ഹലോ, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി 3 സ്റ്റെപ്പ് ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഈ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് പഴം ഉപയോഗിച്ചാണ്. ഒരൊറ്റ പഴം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഫേഷ്യൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പഴുത്തുപോയ കറുത്ത പഴമൊക്കെ കാണും. അപ്പോൾ അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പഴം വെച്ചിട്ട് ഫേഷ്യൽ ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് തൊലിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴത്തിൻ്റെ തൊലി നമ്മൾ കളയുന്നില്ല. അതും പഴം പോലെ തന്നെ കൂടുതൽ ഉപയോഗമുള്ളൊരു ഐറ്റമാണ്. സോ നമ്മളത് മാറ്റി വെക്കുവാണ്. അതിനുശേഷം നമുക്ക് ഈ പഴം ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് അടിക്കാതെ കൈ കൊണ്ട് സ്മാഷ് ചെയ്തെടുത്താലും മതി. പക്ഷേ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫേഷ്യലിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ബനാന പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ച പാലാണ്. തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമ്മൾ 1.5 ടീസ്പൂൺ ഈ ഒരു റോ മിൽക്ക് കൂടെ ഈ ഒരു ബനാന പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റ് ആണ്. നമ്മുടെ ഫേസിലൊക്കെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലീൻ ആക്കി വെക്കാനും പറ്റിയൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് എന്ന് പറയുന്നത്. നമ്മളിത് വെറുതെ കൈകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ പഴത്തൊലി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലിൻസിങ് പ്രോസസ്സ് നടത്തുന്നത്. പഴത്തൊലി ഈ ഒരു മിക്സിൽ മുക്കിയിട്ട് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പ് വഴി നമ്മുടെ ഫേസിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ ഡേർട്ടൊക്കെ മാറി നമ്മുടെ മുഖം നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മളിവിടെ പഴത്തൊലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പഴത്തൊലി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. 5 മിനിറ്റ് നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാധാ വെള്ളത്തിൽ മുഖം കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെയിൻ സാധനം ഷുഗറാണ്. ഇവിടെ 1 ടീസ്പൂൺ ഷുഗറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബനാന പേസ്റ്റും കൂടിയാണ് നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഷുഗറിൻ്റെ തരിതരിപ്പ് ഒത്തിരി കളയത്തില്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സ്കിന്നിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. പിമ്പിളിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളവർ ഫേസിലിട്ട് ഒരുപാട് റബ്ബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡെഡ് സെൽസും അതുപോലെ തന്നെ ഈ ഓയിലും ഡേർട്ടൊക്കെ കയറിയിട്ട് നമ്മുടെ പോർസൊക്കെ മിക്കവാറും തന്നെ അടഞ്ഞിരിക്കുമായിരിക്കും. സോ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് വഴി ആ ഒരു പോർസൊക്കെ ഓപ്പൺ ആകാനും നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ക്രബിങ് എന്ന് പറയുന്നത് ഈ ഒരു ഫേഷ്യലിൽ മസ്റ്റായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും സാധിക്കും. 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകുക. ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാകും. ഇനി നമ്മൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുവാണ്. 3ാമത്തെ സ്റ്റെപ്പ് പാക്കാണ്. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബനാന തന്നെയാണ്. നമ്മളിവിടെ 2 ടീസ്പൂൺ ബനാന പേസ്റ്റാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുൾട്ടാനി മിട്ടിയാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഹണിയാണ്. ഹണി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഹണി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പാലും കൂടിയാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹണി ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആവാൻ ഇത്തിരി പാടായിരിക്കും. നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ കുറച്ച് ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ മുൾട്ടാനി മിട്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കടലമാവോ ഇല്ലെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നമ്മളിവിടെ പാലാണ് ഈ ഒരു മിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ തൈരും വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ പാക്ക് എടുത്തിട്ടുള്ളത്. ഒത്തിരി ലൂസായി പോകാതെ കുറച്ച് കട്ടിക്കുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് തിക്കായിട്ട് തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബനാന നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുമാത്രമല്ല ഇതൊരു നാച്ചുറൽ സ്കിൻ മോയ്സ്ചറൈസറായിട്ടും പിന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ആണെങ്കിലും ബനാന വളരെ യൂസ്ഫുൾ ആണ്. ഈ പാക്ക് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ സാദാ പച്ചവെള്ളത്തിൽ ഇത് കഴുകിക്കളയാം. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് നമ്മുടെ ഈ ഒരു ബനാന ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല ഈ ഒരു സ്കിന്ന് വളരെ സ്മൂത്തായിരിക്കും. ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ബനാന ഫേഷ്യൽ വഴി നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് സ്കിന്ന് കിട്ടാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു ലാസ്റ്റ് പ്രൊസീജിയർ ഇതൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് കുറച്ച് മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളിത് വൺസ് ഇൻ എ വീക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.